പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തന്നെയാണ്. ആയത്തുള്ള അലി ഖമൈനിക്ക് പുതിയ താൽക്കാലിക പിൻഗാമിയെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയത്തുള്ള അറാഫിയാണ് താൽക്കാലിക പിൻഗാമി. ആയത്തുള്ള ഖമൈനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി അതിരൂക്ഷമായ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ. പ്രജിത്ത് മോഹനനിലേക്ക് വീണ്ടും. പ്രജിത്ത്, നമ്മൾ കണ്ടതാണ് എത്രത്തോളം സമ്മർദ്ദത്തിൽ ഇറാൻ അകപ്പെടുന്നു. അതനുസരിച്ചുള്ള ചെയ്തികളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം, അത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് എന്ന് പറയുമ്പോഴും ദുബായിലും അബുദാബിയിലും അടക്കം ജനവാസ മേഖലകളിലേക്ക് ഡ്രോൺ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒമാനെ മധ്യസ്ഥനായി കണ്ടതുകൊണ്ട് ആക്രമണം നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒമാനിലേക്കും ഒക്കെ തൊടുത്തുവിടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ രീതിയിലാണ് ഇറാൻ പോകുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും തിരിച്ചടി ഉണ്ടാക്കുമെന്നും GCC രാജ്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇറാനിൽ ഇപ്പോൾ താൽക്കാലിക മേധാവിമാരെ എടുത്തിരിക്കുന്നത്. ഖമൈനിക്ക് പകരം ചുമതല, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനും പകരം ചുമതല. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം ഇസ്രായേലും US-ഉം കാണുന്നത് എന്ന് പറയുന്നത് ഖമൈനിയുടെ അധികാരം പരമാവധി ഇല്ലാതാക്കുക, പുതിയ ഭരണ സംവിധാനം നിലവിൽ വരിക, അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ജനാധിപത്യപരമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇറാനെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഇറാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ, യുദ്ധത്തിന്റെ അവസാനം വരെ അത് തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പുതിയൊരു ഷിയൈറ്റ് ക്ലർജി അവിടെ അധികാരത്തിൽ വന്നാലും പുതിയൊരു ഖമേനിക്ക് പകരം ഇതേ രീതിയിൽ തന്നെ ഒരു ഇസ്ലാമിക പുരോഹിതൻ അവിടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു സുപ്രീം ലീഡറായി വരുന്ന സാഹചര്യത്തെ ഒരു കാരണവശാലും ഇസ്രായേലും അമേരിക്കയും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഉറപ്പുകൾ ഇറാന്റെ പുതിയ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നടക്കുന്ന പല ചർച്ചകളും അതിനൊക്കെ ഭാവിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ അത് നിർണായകമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായി അമേരിക്ക ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒരു ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചു നടപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായി ആദ്യത്തെ ഖമൈനി അധികാരത്തിൽ വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആദ്യത്തെ ഷിയൈറ്റ് സുപ്രീം ലീഡർ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപുള്ള ഇറാനിലെ ഭരണവ്യവസ്ഥിതി എന്ന് പറയുന്നത് ഷാ ഭരണകൂടമായിരുന്നു. ഈ ഷാ ഭരണകൂടത്തിൻ്റെ ഒരു തുടർച്ച അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭരണരീതി, ഇസ്രായേലിന് താല്പര്യമുള്ള ഒരു ഭരണരീതി, ഒരു ഭരണക്രമം ഇറാനിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നത് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും ഒന്നെങ്കിൽ ഇപ്പോഴത്തെ ഒളിവിൽ കഴിയുന്ന ഇറാനിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഷാ ഭരണവംശത്തിലെ പ്രിൻസ് ആയിട്ടുള്ള ആളുടെ ഭരണം, അല്ലെങ്കിൽ അയാൾ നേതൃത്വം നൽകുന്ന ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക, അതിനുശേഷം ഒരു ജനാധിപത്യ ഭരണക്രമം ഇറാനിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഡിമാൻഡുകൾക്കുമൊക്കെ അനുസരിച്ച് മാത്രമായിരിക്കും അത്തരം ഭരണകൂടങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലായാലും ഈ ഷിയൈറ്റ് ഭരണത്തെ അവിടെ നിന്ന് പുറത്താക്കുക, മതഭരണത്തെ അവിടെ നിന്ന് പുറത്താക്കുക, പകരം നേരത്തെ ഉണ്ടായിരുന്ന ഷാ ഭരണത്തിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കുക എന്നതൊക്കെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഇപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ ഇസ്ലാമിക് ക്ലർജി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇറാൻ എന്തായിരുന്നു എന്നുള്ളതാണ്, ആ ഇറാനിലെ രീതികൾ എന്തായിരുന്നു എന്നുള്ളതാണ്. വളരെ ആധുനികതയെ പ്രാപിച്ചൊരു രാജ്യമായിരുന്നു ഇറാൻ അക്കാലത്ത് എന്നുള്ളതിൽ തർക്കമില്ല. സ്ത്രീകൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യവും അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും ഒക്കെ അവർക്ക് വോട്ടവകാശവും ഒക്കെ നൽകിയിട്ടുള്ളൊരു ഭരണകൂടമായിരുന്നു ഷായുടേത്. ആ ഷായെയാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആവർത്തിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്, ഒരുപക്ഷെ ഈ ഷാ ഭരണകൂടത്തെ പുറത്താക്കുന്നതിന് അവിടുത്തെ ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് പ്രചോദനമായതുപോലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതും അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചതും അവർക്ക് പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം നൽകിയതുമൊക്കെയാണ് അവരെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് എന്നത് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഒരു ഇസ്ലാമിക് ക്ലർജി അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആ ഇസ്ലാമിക് ക്ലർജി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ സ്ത്രീകളടക്കമുള്ളവർ, ന്യൂനപക്ഷങ്ങളടക്കമുള്ളവർ നേരിട്ടത് കൊടിയ പീഡനങ്ങളും നരകയാതനകളുമായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പിന്നീട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇറാനിൽ ഉണ്ടായി. ഇപ്പോൾ അമേരിക്കയുമായും ഇസ്രായേലുമായിട്ടുള്ള തർക്കങ്ങൾക്ക് മുന്നേയും, അല്ലെങ്കിൽ ആ തർക്കങ്ങൾ നടക്കുമ്പോഴുമൊക്കെയും അവിടെ സ്ത്രീകൾ നഗ്നരായി പോലും തെരുവുകളിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി അവിടുത്തെ ഭരണകൂടത്തിനെതിരെ. അപ്പോൾ അത്ര വലിയ അടിച്ചമർത്തലുകൾ നേരിട്ട ഒരു ജനതയാണ് ഇറാനിലുള്ളത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ക്ലർജിക്കെതിരെയുള്ള വലിയ വികാരം ഇറാനിൽ ഉണർത്തിവിടുക എന്നുള്ളൊരു ആഗ്രഹവും ആവശ്യവും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. ഇറാനിലെ ജനത
അവിടുത്തെ ഇസ്ലാമിക ഭരണത്തിനെതിരെ ഉയർന്നെഴുന്നേൽക്കണം എന്നുള്ളതാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത്. തങ്ങൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, അധികാര കേന്ദ്രങ്ങളെ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇറാനിൽ യഥാർത്ഥ മാറ്റങ്ങൾ വരണമെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, സ്ത്രീകളായിട്ടുള്ളവർ, നിങ്ങൾ ഈ ഇസ്ലാമിക ദുർഭരണത്തിനെതിരെ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ലക്ഷ്യമിടുന്നത് ആത്യന്തികമായ ഒരു ഭരണമാറ്റമാണ്. ഇനി അങ്ങനെ ഒരു കാത്തിരിപ്പിന് അവർ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴും പറഞ്ഞതാണ്, നിലവിലത്തെ ഇസ്ലാമിക ഭരണത്തിൻ്റെ സർവനാശം കാണാതെ തങ്ങൾ ഇത് അവസാനിക്കില്ല, പുതിയ ഒരു ഭരണക്രമം വരാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളതും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായ വെടിനിർത്തലുകൾക്ക് നിലവിലത്തെ ഈ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ ഒരു സാധ്യതയുമില്ല. പൂർണ്ണമായൊരു ഭരണമാറ്റം ഒരുപക്ഷേ ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഈ ഇസ്ലാമിക് ക്ലർജിയുടെ തുടർ അവകാശികളായി ഭരണത്തിലെത്താൻ കഴിയുന്നുള്ള വ്യക്തികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ടെഹ്റാനിലടക്കം ആവർത്തിച്ച് ആക്രമണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞൊരു മണിക്കൂറിനിടയിൽ ടെഹ്റാനിൽ 7 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ബാക്കിയുള്ള ഇസ്ലാമിക് ക്ലർജിയുടെ ബാക്കിയുള്ള ടോപ്പ് കമാൻഡ് സ്ട്രക്ചറിനെ കൂടി ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ലക്ഷ്യമിടുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ പോപ്പിൻ്റേതായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ രാജ്യങ്ങളും സമാധാനം പുലർത്താൻ തയ്യാറാകണം, അശാന്തിയുടെ നാളുകൾ അവസാനിപ്പിക്കണം എന്നതൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പോപ്പ് പറഞ്ഞിരിക്കുന്നത്. പോപ്പ് ലിയോയുടേതായിട്ടുള്ള ഈ സ്പൈറൽ ഓഫ് വയലൻസ് അത് അവസാനിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരോടും, ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ താൻ ആവശ്യപ്പെടുന്നു, ഒരു തങ്ങളുടെ ഇപ്പോഴുള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി, ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്, അത് കാത്തു സൂക്ഷിക്കണം, സമാധാനം പുലരാൻ എല്ലാവരും സഹകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പോരാട്ടം അവസാനിപ്പിക്കണമെന്നും ഇപ്പോൾ പോപ്പിൻ്റേതായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഹോർമോസ് കടലിടുക്കിലൂടെ വ്യാപാരം തുടരാൻ കപ്പൽ യാത്രകൾക്ക് അനുമതി നൽകുമെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും പുതിയിട്ടുള്ള ഷിപ്പിംഗ് ഡാറ്റ പുറത്തു വരുന്നതനുസരിച്ച് 150ഓളം വലിയ കപ്പലുകൾ, വലിയ ചരക്ക് കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾ ഒക്കെ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ 2 ഭാഗത്തുമായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ ക്രൂഡ് ഓയിൽ കപ്പലുകളുണ്ട്, നാച്ചുറൽ ഗ്യാസുകൾ കൊണ്ടുവരുന്ന വെസലുകളുണ്ട്. അങ്ങനെ അവയൊക്കെ ഈ ഗൾഫ് മേഖലയിൽ നങ്കൂരമിട്ട് കിടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അനുമതി നൽകിയിട്ടുണ്ട്, ഒരു കപ്പലും തടയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ, ഓയിൽ ടാങ്കർ നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപാര കപ്പലുകൾ, ഇത്തരത്തിലുള്ള ഓയിൽ ടാങ്കറുകളൊക്കെ ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര തുടരാൻ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നിൽക്കുന്ന കപ്പലുകൾ, അതിൽ പ്രധാനപ്പെട്ടത് ഇറാഖിൻ്റെയും സൗദി അറേബ്യയുടെയും കപ്പലുകളുണ്ട്. അതുപോലെ ഖത്തറിൻ്റെ LNG നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോകുന്ന വെസലുകളുണ്ട്. അപ്പോൾ വിവിധ രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അത് ആഗോള തലത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തേണ്ട ഇന്ധന ടാങ്കറുകൾ, നാച്ചുറൽ ഗ്യാസ് ടാങ്കറുകളൊക്കെ കുടുങ്ങിക്കിടക്കുമ്പോൾ അവർ സർവീസ് നടത്താൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ വരും മണിക്കൂറുകളിൽ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇന്ധന കൈമാറ്റം പൂർണ്ണമായും നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ തന്നെ വലിയ തിരിച്ചടികളും അതിലുണ്ടായിരിക്കാം. എന്തായാലും ആക്രമണങ്ങൾ നിലയ്ക്കുന്നില്ല, ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും നിർണായകമാകുക GCC രാജ്യങ്ങളുടെ യോഗം ചേർന്ന് അവരെടുക്കുന്ന തീരുമാനമാണ്. ഇറാനെതിരെ സംയുക്തമായൊരു സൈനിക നടപടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അശാന്തിയുടെ നാളുകൾ ഇനിയും തുടരും. രോഹിണി. അതെ പ്രജിത്ത്, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഭാരതം നിലവിലെ സാഹചര്യത്തെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇറാനിലെയും ഇസ്രായേലിലെയും ഭാരത പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഭാരതം ഈ വിഷയത്തിൽ ഇപ്പോൾ ഏതു രീതിയിലുള്ള ഒരു സമീപനമാണ് വച്ചു പുലർത്തുന്നത്? രോഹിണി, ഈ ഇറാൻ ആയാലും ശരി, ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും ശരി, അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങളായാലും ശരി, ഇവിടെയെല്ലാം ഇന്ത്യയ്ക്ക് സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള മേഖലയാണ്. ഇറാനിലെ ചഹബാർ പോർട്ടടക്കം ഇന്ത്യ ഡെവലപ്പ് ചെയ്തതും ആ രാജ്യവുമായി നമ്മൾ പുലർത്തുന്ന സൗഹൃദവുമൊക്കെ അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളിൽ ഒരാളാണ് ഇസ്രായേൽ എന്നുള്ളത്. അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക വ്യാപാര കരാറുകളും ഇടപെടലുകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന GCC മേഖലയുമായും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന, വളരെ താല്പര്യങ്ങളുള്ള
താല്പര്യങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. അപ്പോൾ ഭാരതത്തിൻ്റെതായ ഈ താല്പര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ എത്രയും പെട്ടെന്ന് തിരിച്ച് ഇപ്പോൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഈ യുദ്ധം ഇപ്പോഴുള്ളതിനേക്കാളും ഒരു വലിയൊരു എസ്കലേഷനിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിലവിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും GCC രാജ്യങ്ങളടക്കമുള്ള ഭാരതീയർക്ക് നേർക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പരമാവധി പ്രതിരോധങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ഇനിയൊരു വലിയ രീതിയിലേക്ക് യുദ്ധം പോവുകയാണെങ്കിൽ ഇവരെ അവിടെ നിന്നും ഒഴിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് ഭാരതം പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ് യുദ്ധമേഖലകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം നമ്മുടെ പൗരന്മാരെ തിരിച്ചെത്തിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി എടുക്കുന്ന മാമത്ത് എഫർട്ട് എപ്പോഴും ചർച്ചയാക്കപ്പെട്ടിട്ടുമുള്ളതാണ്. അതിൽ ചില സേയിങ്സ് പോലും, അല്ലെങ്കിൽ ലോകത്തെവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും നമ്മുടെ രാഷ്ട്രം നമ്മുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസവും നമുക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ കൊണ്ട് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു ഇവാക്യുവേഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ കപ്പലുകളും എങ്ങനെ വിമാനങ്ങളുമൊക്കെ വിന്യസിക്കണമെന്ന് അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരത്തെയും യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് താൽക്കാലിക വെടിനിർത്തലുകൾ പോലും ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അങ്ങനെ ഉക്രൈനിലുമൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു നയതന്ത്ര ഇടപെടൽ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. രോഹിണി സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇറാനിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തു തുടങ്ങി എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തുർക്കി അതിർത്തിക്കടുത്തുള്ള ചില ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള ആളുകൾ തുർക്കിയിലേക്ക്, അത് കപ്പിക്കോയ് ബോർഡർ എന്ന് പറയുന്ന പ്രദേശത്തോടുകൂടി തുർക്കിയിലേക്ക് പോകുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ, ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു തുർക്കിയിൽ നിന്നുള്ള ആദ്യ പലായന ചിത്രങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കൂടുതൽ ആളുകൾ ഒരു പക്ഷേ ഇതേ രീതിയിൽ തുർക്കിയിൽ നിന്നൊക്കെ ഇറാനിൽ നിന്നൊക്കെയുള്ള പലായനത്തിനൊക്കെയുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളുടെ നിലപാടാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുക. അമേരിക്കയും ഇസ്രായേലും അവരുടേതായ സുരക്ഷിത മേഖലകളിൽ ഇരുന്നു കൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നതെങ്കിൽ ഈ ഇറാനുമായി വളരെ അടുത്ത് നിൽക്കുന്ന കരയുദ്ധത്തിന് വരെ സാധ്യതയുള്ള രാഷ്ട്രങ്ങളാണ് ഈ പറയുന്ന GCC രാഷ്ട്രങ്ങൾ. അപ്പോൾ അവർ നടത്തുന്ന ഏതൊരു സൈനിക നീക്കവും ആ മേഖലയിലാകെ ഓപ്പൺ വാർഫെയർ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും, പ്രത്യേകിച്ച് കരയുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈനികരടക്കമുള്ള ഇടപെട്ടുകൊണ്ടുള്ള വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, നേരിട്ടുള്ള കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വലിയ ആൾനാശത്തിനുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു വശം. അപ്പോഴും ഏറ്റവും പ്രധാനമാകുന്നത്, ഏറ്റവും നിർണായകമാകുന്നത് GCC രാഷ്ട്രങ്ങളുടെ ഈ ചർച്ചയിലും ആ ചർച്ചയിലുണ്ടാകുന്ന തീരുമാനങ്ങളിലുമാണ്. രോഹിണി, അതോടൊപ്പം പ്രജിത്ത്, നമുക്കറിയാം എന്തുകൊണ്ടാണ് ഖമൈനി വധിക്കപ്പെടേണ്ടത്, അതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു ചെകുത്താനെയാണ് വധിച്ചത് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. പതിറ്റാണ്ടുകൾ നീണ്ട ഭീകര ഭരണത്തിന്റെ അന്ത്യം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ഖമൈനിയുടെ മരണത്തോടെ ഇറാന്റെ ഭീകര ശൃംഖലയുടെ തല തന്നെയാണ് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത് എന്നും ഇസ്രായേൽ പറയുകയുണ്ടായി. നമുക്കറിയാം, ഹമാസ് നേരത്തെ പറഞ്ഞത് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമൈനിയുടെ സഹായത്തോടുകൂടി പലപ്പോഴും തങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. സിറിയയിലായാലും ലെബനനിലായാലും ഒക്കെ ഇറാന്റെ ഇത്തരത്തിലുള്ള പരോക്ഷ സഹകരണം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ഒരു പുതിയ രാഷ്ട്രീയ ചുവടുമാറ്റത്തിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ അവസരത്തിൽ? ഇറാനിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും നമ്മൾ എടുത്തു പറയുന്നത് പോലെ ഇറാനിലെ നിലവിലത്തെ ഈ ഇസ്ലാമിക മതഭരണത്തിൽ നിന്ന് കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ടുള്ള, കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ഭരണകൂടത്തെ ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് പറയാം അന്താരാഷ്ട്ര സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പാവ സർക്കാരിനെ അവിടെ ഇരുത്തുക എന്നുള്ള ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട്, ഇസ്രായേലിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് അവർ ലക്ഷ്യം വയ്ക്കുന്നത് പഴയ കിരീടാവകാശിയായിട്ടുള്ള ആളെ തന്നെയാണ്, ഷാ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസ് ആയിട്ടുള്ള വ്യക്തിയെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പാവ സർക്കാരിനെ കൊണ്ടുവരുത്താൻ അമേരിക്ക ആഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇറാന്റെ എണ്ണശേഖരം അടക്കമുള്ള കാര്യങ്ങളിൽ കണ്ണുവെച്ചിട്ട് തന്നെയാണ് അമേരിക്കയുടെ നീക്കങ്ങൾ എന്നുള്ളതും കാണാതെ പോകരുത് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ പ്രതീക്ഷിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ആഗ്രഹിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതൊക്കെ കാണേണ്ടിയിരിക്കുന്നു. പണ്ട് ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായതുപോലെ ഇപ്പോൾ ഇസ്ലാമിക ഭരണത്തെ അനുകൂലിക്കുന്നവരും അതേസമയം ജനാധിപത്യ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഷാ ഭരണകൂടത്തിൻ്റെ ഒരു പുതിയ അവതരണത്തിലേക്കൊക്കെ ആഗ്രഹം ഉള്ള ആളുകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം
പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധമടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം നാളെ ഇറാനെ ഈ യുദ്ധം തള്ളിവിടുന്നത് എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള അധികാര തർക്കങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് പോയിട്ടുള്ള കാലം അതിവിദൂരമല്ലാത്ത പാസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സമാന രീതിയിലൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ദൂരത്തുള്ള സാധ്യതകളാണ്. ഇതൊക്കെ പ്രായോഗികമാകണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള ആ മേഖലയിലെ ജനങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഖമനേയിയോടെ ഇസ്ലാമിക ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം സ്ത്രീകളടക്കമുള്ളവർ ആ രാജ്യത്തുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അവരുടെ നിലപാടുകൾ എന്തായിരിക്കും? അവർ നാളെ പുതിയൊരു ഇസ്ലാമിക ഭരണകൂടം അവിടെ വരുമ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങാൻ തയ്യാറെടുക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അതേസമയം ഹാർഡ്ലൈനായിട്ടുള്ള കടുത്ത മതവാദികളായിട്ടുള്ള വലിയൊരളവ് ഈ ക്ലർജിയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനിലെ ആളുകൾ, അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ, ഈ ഇസ്ലാമിക ഭരണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ഒരു പുതിയ സംവിധാനത്തെ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ ഭാവിയിൽ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ, ആഭ്യന്തര സമാധാനത്തേക്ക് ബാധിക്കുന്ന വലിയ ചർച്ചകളിലേക്കൊക്കെ പോകേണ്ട കാര്യമാണ്. എന്തായാലും അത് ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയതായി ചില അപ്ഡേറ്റുകൾ കൂടി വരികയാണ്. നമ്മുടെ ദുബായിലടക്കം വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ദുബായ് ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ സിറ്റി, കിസൈസ് എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ദുബായിൽ ഉണ്ടായതായിട്ടാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ ഹമദ് ടൗൺ, റിഫ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ ശബ്ദവും കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രവാസികൾ അറിയിക്കുന്നതായി നമ്മുടെ ദുബായിലെ റിപ്പോർട്ടറായിട്ടുള്ള ഷിൻസ് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ വീണ്ടും ഇറാന്റെ മിസൈലുകൾ ആക്രമണം ഉണ്ടായി, മിനിറ്റുകൾക്ക് മുൻപ് വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ് 5:15 വരുന്ന പുതിയ സന്ദേശങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഇറാനിൽ നിന്ന് ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. ഒരു സൈനിക വിലയിരുത്തലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള കമാൻഡുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആക്രമണങ്ങളാണോ, അതോ ചിന്നിച്ചിതറിപ്പോയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ, ചിന്നിച്ചിതറിപ്പോയിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണോ എന്നുള്ളതും ഒന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും GCC രാജ്യങ്ങളിലേക്ക് തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പതിച്ചുകൊണ്ടിരിക്കുന്നു. കമിക്കാസെ ഡ്രോണുകൾ, സൂയിസൈഡൽ ഡ്രോണുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ വെടിവെച്ചിടാൻ പലപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതിനാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ജീവനടക്കം വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ദുബായിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമൊക്കെയുള്ള നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി പ്രജിത്ത്, നമ്മളോടൊപ്പം ഇപ്പോൾ പ്രതികരിക്കുന്നതിനായി വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ ജോസൂട്ടി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, നിലവിലെ സാഹചര്യം അതീവ രൂക്ഷമാണ്. പശ്ചിമേഷ്യ ആളിക്കത്തുകയാണ്. നിലവിൽ ഇറാൻ ഒരല്പം പോലും അയയുന്ന മട്ടില്ല, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ല. അതിനു പകരം ഖമൈനിക്ക് പകരമായി താൽക്കാലിക പിൻഗാമിയായ അയത്തുള്ള അറാഫിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനും പുതിയ തലവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതോടൊപ്പമാണ് ഇപ്പോഴും UAE കേന്ദ്രീകരിച്ച് പല സ്ഫോടനങ്ങളും ഉണ്ടാകുന്നുണ്ട്, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇറാൻ എന്തിനുള്ള പുറപ്പാടിലേക്കാണ് പോകുന്നത്? ശ്രീ ജോസൂട്ടി. തീർച്ചയായും പശ്ചിമേഷ്യ ഈ സൂചിപ്പിച്ചതുപോലെ ആൾ കത്തുകയാണ്. ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് പോലെ ഖമേനി വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭരണഘടനയിൽ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്, ആരാണ് അടുത്ത നേതാവായിരിക്കേണ്ടത്. അതിൻ പ്രകാരം ഒരു 3-അംഗ സമിതി പുതിയ ഭരണം ഏറ്റെടുക്കുകയും അവർ ഒരു പുതിയ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം മുതിർന്ന പുരോഹിതനും അതുപോലെ തന്നെ ഗാർഡിയൻ കൗൺസിൽ അംഗവുമായിട്ടുള്ള അലി റീസ അറാഫിയാണ് താൽക്കാലിക നേതാവായി നിയമിച്ചിരിക്കുന്നത്. ഇനി അവരുടെ പുതിയ സമിതി, ഈ 88 അംഗ സമിതി മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഇദ്ദേഹമായിരിക്കും തുടരുക. അപ്പൊ അതുകൊണ്ട് ഖൊമേനിയെ നീക്കിയത് കൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം മാറി, അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത് പോലെ വേറൊരു ഭരണം മാറി ഒരു പ്രോ അമേരിക്കൻ, പ്രോ ഇസ്രായേൽ സർക്കാർ നിലവിൽ വരുമെന്ന് നമുക്ക് കരുതുവാൻ നിലവിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. പക്ഷേ എന്നുകണ്ട് ഈ ഇറാൻ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു അഭിപ്രായമോ വിവരമോ നമ്മളിപ്പോൾ പറയുക എളുപ്പമല്ല. ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇറാൻ പശ്ചിമേഷ്യയിലെ മിക്കവാറും രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റ് ചില ജനവാസ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇസ്രായേലിൽ ഉൾപ്പെടെ അക്രമങ്ങൾ നടത്തുന്നുണ്ട്. ചില കപ്പലുകളിൽ അക്രമങ്ങൾ നടത്തുന്നുണ്ട്, തുറമുഖങ്ങളിൽ അക്രമം നടത്തുന്നുണ്ട്. അതായത് ഖമേനി കൊല്ലപ്പെട്ടെങ്കിലും ഇറാന്റെ ചില ആയുധശേഷി നിലനിൽക്കുന്നത് കൊണ്ട് പ്രധാനമായും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള അക്രമങ്ങളാണ് ഇറാന് നടത്തുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ പെട്ടെന്ന്
ഇറാൻ കീഴടങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇറാന് പരിമിതികളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ അയൽപക്ക രാജ്യങ്ങളെ ആക്രമിച്ച് അവരിലൂടെ അമേരിക്കയും ഇസ്രായേലിനെയും വൻ രീതിയിലുള്ള അക്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഭരണമാറ്റത്തിലേക്കുള്ള ചുവടുവെപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ ഇറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കൈ എന്നുള്ള രീതിയിലായിരിക്കാം ഇറാൻ ഈ ഘട്ടത്തിൽ അയൽപക്ക രാജ്യങ്ങളിൽ അക്രമം നടത്തുന്നത്. അമേരിക്ക ആക്രമിക്കുക ഇറാന് പ്രായോഗികമല്ല. അതുപോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അവരുടെ മിക്കവാറുമുള്ള സംവിധാനങ്ങളെല്ലാം മിസൈലിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്ക രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അയൽപക്ക രാജ്യങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇറാൻ ഏറ്റവും അധികം സമ്മർദ്ദം പ്രയോഗിക്കാൻ കഴിയുന്ന ഈ രാജ്യങ്ങളിലെ അക്രമങ്ങളിലൂടെ ആയിരിക്കും. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ, ഈവൻ അമേരിക്കക്കാർ ഉൾപ്പെടെ താമസിക്കുന്ന അബുദാബി, ദുബൈയിലെ മറ്റുമൊക്കെ സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഡ്രോൺ അറ്റാക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം പശ്ചിമേഷ്യയില് അമേരിക്കയ്ക്ക് സംരക്ഷിച്ച് നിർത്തുവാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കാൻ പറ്റാത്ത മേഖലകളിൽ അക്രമം നടത്തിയായിരിക്കാം ഇറാൻ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ അക്രമത്തെ നേരിടുക. അതുതന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മളെ ഏവരെയും ആശങ്കപ്പെടുന്നത്. കാരണം ഇന്ത്യയിലെ ഒട്ടനവധി ആൾക്കാർ അവിടെയാണ് താമസിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ബുദ്ധിമുട്ടുകൾ, മരണങ്ങളോ ഒന്നും വലിയ കാര്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആശങ്കകളും വ്യോമപാന പാത അടച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മളെ വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സംഘർഷം എത്ര കണ്ട് മൂർച്ഛിച്ച് നിൽക്കും, എത്രമാത്രം പ്രതിരോധിക്കുവാനും എത്രമാത്രം ആയുധ ശേഖരം ഇറാന്റെ കൈവശം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ചിത്രങ്ങളില്ല. എന്റെ മറ്റൊരു വിലയിരുത്തൽ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാവുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് എന്തുമാത്രം ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഒരു ഐഡിയ ഉണ്ടാകുമല്ലോ. അതിന്റെ വെളിച്ചത്തിലും കൂടി ആയിരിക്കുമല്ലോ അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ഇങ്ങനെയും അനുമാനിക്കാവുന്നതാണ്. കാരണം ഇറാന് വലിയ രീതിയിൽ പ്രതിരോധിക്കുവാനോ അയൽപക്ക രാജ്യങ്ങളിൽ അക്രമം നടത്തുവാനോ ശേഷി വരും ദിവസങ്ങളിൽ കുറയുവാനാണ് സാധ്യത. പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇറാന് നല്ല ടെക്നോളജി ഉണ്ട്. ഇപ്പൊ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന അക്രമങ്ങളെ അങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നത് എളുപ്പമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളും പാലിക്കേണ്ട ബാധ്യത ഉണ്ടാകുന്നില്ല. എല്ലാം തകർന്നു തരിപ്പണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ആക്രമണത്തിനും, അത് ജനവാസ മേഖലയിലാണെങ്കിലും അയൽപക്ക രാജ്യങ്ങളിലാണെങ്കിലും അവരതിന് തയ്യാറാവും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ജോസൂട്ടി, അല്പസമയം കൂടി ഞങ്ങളോടൊപ്പം തുടരുക. നമുക്ക് UAE-യിലെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ അബുദാബി എത്തിഹാദ് ടവേഴ്സിന് സമീപം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള ശ്രമം UAE പ്രതിരോധ സേന തകർത്തതായി ആണ് വിവരങ്ങൾ വരുന്നത്. സംഭവത്തിൽ ഒരു സ്ത്രീക്കും കുട്ടിക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടത്തിന് ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങളും സംഭവിച്ചു. സ്ഥിതിഗതികൾ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും സുരക്ഷാ ഏജൻസികൾ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.